ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡ് മണിക്ക ടെക്സ്റ്റ് ബുക്കിൻ്റെ 8th ചാപ്റ്ററായ ന ധർമ്മവൃദ്ധേഷു വയഃ സമിഷ്യത്തെ എന്ന ചാപ്റ്ററിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷനാണ്. നമുക്ക് നോക്കിയാലോ. ആദ്യത്തെ ചോദ്യം നോക്കാം. അധോലിഖിതാനാം പ്രശ്നാനാം ഉത്തരം ഏകപദേന ലിഖത്. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം വൺ വേർഡിൽ എഴുതുക. നോക്കാം. മിത്രൈഹി സഹ ക്രീഡിത്വാ കഃ ഗൃഹം പ്രത്യാവർത്തഃ. കൂട്ടുകാരോടൊപ്പം കളിച്ചിട്ട് ആരാണ് വീട്ടിലേക്ക് തിരിച്ചു വന്നത്? അഷ്ടാവക്രഃ. അഷ്ടാവക്ര. അഷ്ടാവക്രസ്യ പിതാ കിമർത്ഥം രാജ്യസഭാം ഗതഃ ആസീത്. അഷ്ടാവക്രന്റെ അച്ഛൻ എന്തിനായിട്ടായിരുന്നു രാജ്യസഭയിൽ പോയിരുന്നത്? ശാസ്ത്രാർത്ഥായ. ശാസ്ത്രാർത്ഥത്തിനായി. ത്വം ബാലോ അസി രാജ്യസഭായാം തവ പ്രവേശോ ന സുലഭഃ ഇതി കസ്യ വചനം. നീ കുഞ്ഞാണ്, രാജ്യസഭയിൽ നിന്റെ പ്രവേശനം എളുപ്പമായിരിക്കില്ല എന്നത് ആരുടെ വചനമാണ്? അതായത് ഇതാരാണ് പറഞ്ഞത്? മാതുഹു. അമ്മയുടെ. ഈദൃശം താദൃശം വ ആശങ്കാം മാ വിദേഹി ഇതി ആശ്വാസനം കസ്മൈ ദീയത്തെ. അങ്ങനത്തെ ഉള്ള ആശങ്കകൾ വെടിഞ്ഞാലും എന്നുള്ള ആശ്വാസം ആർക്കായിട്ടാണ് നൽകിയത്? മാത്രേ, അമ്മയ്ക്കായി. അഷ്ടാവക്രം ദൃഷ്ടുവാ കെ ഉച്ചൈഹി അഹസൻ. അഷ്ടാവക്രനെ കണ്ടിട്ട് ആരാണ് ഉച്ചത്തിൽ ചിരിച്ചത്? പണ്ഡിതാഹ. പണ്ഡിതര്. അടുത്ത ചോദ്യം നോക്കാം. അഷ്ടാവക്രഃ കിം കൃത്വാ പണ്ഡിതാൻ അജയത്. അഷ്ടാവക്ര എന്ത് ചെയ്തിട്ടാണ് പണ്ഡിതരിൽ വിജയം പ്രാപിച്ചത്? ശാസ്ത്രാർത്ഥം ചെയ്ത്. രാജ്യസഭായാം മിഥ്യജ്ഞാന ഗർവിതാഹ കെ. രാജ്യസഭയിൽ മിഥ്യമായ അറിവിൽ അഹങ്കരിക്കുന്നത് ആരൊക്കെയാണ്? പണ്ഡിതാഹ. പണ്ഡിതര്. അഷ്ടാവക്രഃ കസ്യ വിഷയെ കഥയതി. അഷ്ടാവക്ര എന്ത് വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞത്? അതായത് അസ്ഥി രുധിരം മാംസ മേധോ ഭരിതേ ചർമ്മവേഷ്ടിതേ ഇതി. അതായത് എന്നിങ്ങനെ പറഞ്ഞു എന്നാ പറയണേ. അസ്ഥി, രക്തം, മാംസം, തോല്, ചർമ്മം എന്നിങ്ങനെ എന്തിൻ്റെ കുറിച്ചാണ് പറഞ്ഞത്? ശരീരത്തിനെ കുറിച്ച്. യദി നദി വക്ര കിം തസ്യാഹ ജലമപി വക്രം ഇതി കേന പൃഷ്ടം. ആ നദി വളഞ്ഞതാണെങ്കിൽ അതിൻ്റെ ജലവും വളഞ്ഞതാകുമോ എന്ന് ആരാലാണ് ചോദിക്കപ്പെട്ടത്? അഷ്ടാവക്രനാൽ. അടുത്ത ചോദ്യം നോക്കാം. കിം വസ്തു വംശപരമ്പരാ പ്രാപ്തം. എന്ത് വസ്തുവാണ് വംശപാരമ്പര്യത്താൽ പ്രാപ്തമാവുക? രാജ്യം. അടുത്ത ചോദ്യം നോക്കാം. പൂർണ്ണവാക്യേന സംസ്കൃത ഭാഷയാ ഉത്തരത്. മാതുഃ ചിന്താം ജ്ഞാത്വാ കഃ രാജ്യസഭാം ഗന്തും ഉദ്യതഃ ആസീത്. അമ്മയുടെ ചിന്ത അറിഞ്ഞ് ആരാണ് രാജ്യസഭയിലേക്ക് പോകാൻ റെഡിയായിരുന്നത്? മാതുഃ ചിന്താം ജ്ഞാത്വാ അഷ്ടാവക്രഃ രാജ്യസഭാം ഗന്തും ഉദ്യതഃ ആസീത്. അമ്മയുടെ ചിന്ത അറിഞ്ഞ് അഷ്ടാവക്രാണ് രാജ്യസഭയിൽ പോകാനായി റെഡിയായിരുന്നത്. രാജ്യസഭായാം കസ്യ ഉപഹാസ അഭവത്. രാജ്യസഭയിൽ ആരുടെ പരിഹാസമാണ് ഉണ്ടായത്? രാജ്യസഭായാം അഷ്ടാവക്രസ്യ ഉപഹാസഃ അഭവത്. രാജ്യസഭയിൽ അഷ്ടാവക്രന്റെ പരിഹാസമാണ് ഉണ്ടായത്. രാജാ ജനകഃ അഷ്ടാവക്രായ കിം അയച്ചത്. രാജാവായ ജനകൻ അഷ്ടാവക്രന് എന്താണ് കൊടുത്തത്? രാജാ ജനകഃ അഷ്ടാവക്രായ സ്വമനഃ അയച്ചത്.
രാജാവായ ജനകൻ അഷ്ടാവക്രന് സ്വമനസ്സാണ് കൊടുത്തത്. മനസ്സഃ കിം കാര്യം? മനസ്സ് എന്താണ് ചെയ്യുക? സങ്കല്പ വികല്പൗ മനസ്സഃ കാര്യം. അതായത് ചിന്തിച്ച് പ്രവർത്തിക്കുക എന്നതാണ് മനസ്സ് ചെയ്യുക. അതാണ് മനസ്സ് ചെയ്യുന്നത്. രാജാ ജനകഃ കസ്യ പാദയോഃ പതതി കിമർത്ഥം ച? രാജാവായ ജനകൻ ആരുടെ കാലിലേക്കാണ് വീണത്? എന്തിനാണ് വീണത്? രാജാ ജനകഃ ജ്ഞാനപ്രാപ്ത്യർത്ഥം അഷ്ടാവക്രസ്യ പാദയോഃ പതതി. രാജാവായ ജനകൻ ജ്ഞാനപ്രാപ്തിക്കായിട്ട്, അറിവ് പ്രാപ്തമാക്കാനായിട്ടാണ് അഷ്ടാവക്രന്റെ കാലിലേക്ക് വീണത്. അടുത്ത ചോദ്യം നോക്കാം. ഏതാദൃശാം പ്രശ്നാനാം നിർമ്മാണം കുരുത് യേഷാം ഉത്തരാണി അധോലിഖിത വാക്യേഷു സ്യുഃ. എങ്ങനെയാണോ താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസിലെ ഉത്തരം എഴുതി വച്ചേക്കണത് ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാക്കേണ്ടത്. അതായത് ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരും. ആ സ്റ്റേറ്റ്മെൻറ്റ് യോജിച്ച രീതിയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എന്താണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. അതായത് ഇപ്പോൾ നമുക്ക് അഷ്ടാവക്രഃ പ്രത്യവദത് ജനനി അലം ചിന്തയ. അഷ്ടാവക്ര പറഞ്ഞു, അമ്മേ ചിന്തിക്കാണ്ടിരുന്നാലും. ഇവിടെ രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. അഷ്ടാവക്രഃ കിം പ്രത്യവദത്? അഷ്ടാവക്ര എന്താണ് പറഞ്ഞത്? അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ജനനി അലം ചിന്തയ ഇതി കഃ പ്രത്യവദത്? ജനനി ചിന്തിക്കാണ്ടിരുന്നാലും എന്ന് ആരാണ് പറഞ്ഞത് എന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അടുത്തത് നോക്കാം. രാജസഭായാം ബാലകസ്യ വക്രദേഹസ്യ ഉപഹാസു അപ്പി സംഭാവ്യത്തെ. രാജസഭയിൽ കുട്ടിയുടെ വക്രദേഹത്തിൻ്റെ പരിഹാസവും സംഭവ്യമാണ്. നമുക്ക് രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. രാജസഭായാം കസ്യ വക്രദേഹസ്യ ഉപഹാസു അപ്പി സംഭാവ്യത്തെ. രാജസഭയിൽ ആരുടെ വളഞ്ഞ ശരീരത്തിൻ്റെ പരിഹാസവുമാണ് സംഭവ്യമാവുക. അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ എങ്ങനെ ക്വസ്റ്റ്യൻ വരാം? കുത്ര ബാലകസ്യ വക്രദേഹസ്യ ഉപഹാസു അപ്പി സംഭാവ്യത്തെ. എവിടെയാണ് കുട്ടിയുടെ വക്രദേഹത്തിൻ്റെ ഉപഹാസവും സംഭവ്യമാവുക? അഷ്ടാവക്രഃ പിതരം ആദായ ക്ഷിപ്രം ആഗമിഷ്യതി. അഷ്ടാവക്ര അച്ഛനെയും കൂട്ടി വേഗം വരും. അപ്പോൾ ആരെ കൂട്ടി എന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. എങ്ങനെ വരും? അഷ്ടാവക്രഃ കം ആദായ ക്ഷിപ്രം ആഗമിഷ്യതി. മാത്ര അനുജ്ഞാതഃ സ രാജസഭാം ഗതഃ. മാതാവിൽ നിന്ന്, അമ്മയിൽ നിന്ന് പെർമിഷൻ വാങ്ങി അവൻ രാജസഭയിലേക്ക് പോയി. ആരിൽ നിന്ന് പെർമിഷൻ വാങ്ങിയിട്ടാണ് രാജസഭയിലേക്ക് പോയി എന്ന് വരാം. നമ്മൾ മാത്ര എന്നതാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ എഴുതും ക്വസ്റ്റ്യൻ? കയാ അനുജ്ഞാതഃ സ രാജസഭാം ഗതഃ. അടുത്ത് നോക്കാം. പണ്ഡിതാനാം ചേഷ്ടിതും ദൃഷ്ട്വാ അഷ്ടാവക്രഃ ഹസിതും ആരംഭത. പണ്ഡിതരുടെ ചേഷ്ട കണ്ട് അഷ്ടാവക്ര ചിരിക്കാൻ തുടങ്ങി. പണ്ഡിതാനാം ചേഷ്ടിതം എന്നതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ ക്വസ്റ്റ്യൻ വരാം? എന്ത് കണ്ടിട്ടാണ് അഷ്ടാവക്ര ചിരിക്കാൻ ആരംഭിച്ചത് എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ എഴുതാം. എങ്ങനെ എഴുതും? കിം ദൃഷ്ട്വാ അഷ്ടാവക്രഃ ഹസിതും ആരഭത. രാജ്ഞാ ഹാസ്യകരണം പൃഷ്ടം. രാജാവാൽ ചിരിക്കുന്നതിൻ്റെ കാരണം ചോദിക്കപ്പെട്ടു. ഹാസ്യകരണം എന്നതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ എഴുതാം. രാജ്ഞാ കിം പൃഷ്ടം. രാജാവാൽ എന്ത് ചോദിക്കപ്പെട്ടു? ഇനി രാജ്ഞ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യും? എങ്ങനെ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതാം? കേന ഹാസ്യകരണം പൃഷ്ടം. ആരാലാണ് ചിരിക്കുന്നതിൻ്റെ കാരണം ചോദിക്കപ്പെട്ടത്? അഷ്ടാവക്രഃ മിഥ്യജ്ഞാനഗർവിതാൻ
ദൃഷ്ട്വാ ഹസതി. അഷ്ടാവക്ര മിഥ്യമായ അറിവിനാൽ അഹങ്കരിക്കുന്ന ആൾക്കാരെ കണ്ട് ചിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാ ക്വസ്റ്റ്യൻ വരിക? മിഥ്യജ്ഞാന ഗർവിതാൻ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ ക്വസ്റ്റ്യൻ വരും? അഷ്ടാവക്ര കാൻ ദൃഷ്ട്വാ ഹസതി. അഷ്ടാവക്ര എന്ത് കണ്ടിട്ടാണ് ചിരിക്കുന്നത്? അങ്ങനെ വരാം. ഇനി നമ്മൾ സബ്ജക്റ്റിനെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ കഹ മിഥ്യജ്ഞാന ഗർവിതാൻ ദൃഷ്ട്വാ ഹസതി. ആരാണ് മിഥ്യമായ അറിവിനാൽ അഹങ്കരിക്കുന്ന ആൾക്കാരെ കണ്ട് ചിരിച്ചത്? അടുത്ത നോക്കാം. രാജർഷിഹി ജനകഃ ആത്മാനം ധന്യം മന്യത്തെ. രാജർഷിയായ ജനകൻ സ്വയത്തെ ധന്യനായി കരുതുന്നു. ആത്മാനം എന്നതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും ക്വസ്റ്റ്യൻ വരിക? രാജർഷിഹി ജനകഃ കം ധന്യം മന്യത്തെ. രാജർഷിയായ ജനകൻ ആരെയാണ് ധന്യനായി കരുതുന്നത് എന്ന് വരാം. ഇനി നമ്മൾ രാജർഷിഹി ജനകഃ എന്നതിനെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ വരും? കഹ ആത്മാനം ധന്യം മന്യത്തെ. ആരാണ് സ്വയത്തെ ധന്യനായി കരുതുന്നത് എന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ എഴുതാം. ഓക്കെ, ഏത് രീതി വേണമെങ്കിലും ക്വസ്റ്റ്യൻ എഴുതാം. അടുത്ത ചോദ്യം നോക്കാം. അധോലിഖിതാൻ പ്രശ്നാൻ യഥാനിർദ്ദേശം ഉത്തരത്ത്. താഴെ തന്നിരിക്കുന്ന ചോദ്യത്തിന് എങ്ങനെയാണോ നിർദ്ദേശം തന്നിരിക്കുന്നത് അതനുസരിച്ച് എഴുതുക. ബാലഃ അഷ്ടാവക്രഃ മിത്രൈഃ സഹ ക്രീഡിത്വാ ഗൃഹം പ്രത്യാവൃത്തഃ. അസ്മിൻ വാക്യേ അഷ്ടാവക്രഃ ഇതി കർത്തൃപദസ്യ കിം ക്രിയാപദം പ്രയുക്തം. ഈ സെന്റൻസിൽ അഷ്ടാവക്രഃ എന്ന കർത്തൃപദത്തിന് എന്ത് ക്രിയാപദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്? പ്രത്യാവൃത്തഃ. തം ഹസന്തം വിലോക്യ സർവേ സഭാസ്ഥിതാഃ വിദ്വാംസഃ സ്തബ്ധാഃ അഭവൻ. അസ്മാത് വാക്യാത് സ്തബ്ധാഃ ഇതി പദസ്യ വിശേഷപദം ചിനത. ഈ തന്നിരിക്കുന്ന സെന്റൻസിൽ സ്തബ്ധാഹ് എന്ന പദത്തിൻ്റെ വിശേഷപദം കണ്ടെത്തൂ. വിദ്വാംസഃ. അഹം ഭവത് ദർശനൈഃ ആത്മാനം ധന്യം മന്യേ. അത്ര മന്യേ ഇതി ക്രിയാപദസ്യ കിം കർത്തൃപദം പ്രയുക്തം. ഇവിടെ മന്യേ എന്ന ക്രിയാപദത്തിന് എന്ത് കർത്തൃപദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്? അഹം. മാത്ര അനുമതഃ അഷ്ടാവക്രഃ രാജസഭാം ഗതഃ. അസ്മിൻ വാക്യേ അഷ്ടാവക്രഃ ഇത്യസ്യ വിശേഷണം ചിനത. ഈ സെന്റൻസിൽ അഷ്ടാവക്രഃ എന്നതിൻ്റെ വിശേഷണ പദം കണ്ടെത്തൂ. ഏതാണത്? അനുമതഃ. തസ്യ വക്രദേഹം വീക്ഷ്യ പണ്ഡിതാഃ താരസ്വരേണ അഹസൻ. അത്ര ദൃഷ്ട്വാ ഇതി പദസ്യ കിം പര്യായപദം പ്രയുക്തം. ഇവിടെ ദൃഷ്ട്വാ എന്ന പദത്തിൻ്റെ എന്ത് പര്യായപദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്? ദൃഷ്ട്വാ എന്ന പദത്തിന് വേണ്ടി ഏത് പര്യായപദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്? വീക്ഷ്യ. ഇച്ഛാമി ഭവദ്ഭ്യഃ കിഞ്ചിത് ദാതും. അസ്മിൻ വാക്യേ സ്വീകർത്തും ഇതി പദസ്യ കിം വിലോമപദം പ്രയുക്തം. ഈ സെന്റൻസിൽ സ്വീകർത്തും എന്ന പദത്തിന് എന്ത് ഓപ്പോസിറ്റ് വേർഡാണ് പ്രയോഗിച്ചിരിക്കുന്നത്? ദാതും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഘടനാക്രമാനുസാരം അധോലിഖിത വാക്യാനി പുനഃ ലിഖത. അതായത് എങ്ങനെയാണോ ഇൻസിഡൻറ്റ് സംഭവിച്ചത് അതിൻ്റെ ക്രമം അനുസരിച്ച് താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഒന്നുകൂടി എടുത്ത് എഴുതുക. ഇങ്ങനെ വരിക. അഷ്ടാവക്രസ്യ പിതാ രാജർഷേഹി ജനകസ്യ സഭാം വിദ്വദ്ഭിഃ സഹ ശാസ്ത്രാർത്ഥായ ഗതഃ ആസീത്. അഷ്ടാവക്രൻ്റെ അച്ഛൻ രാജർഷി ജനകൻ്റെ സഭയിൽ വിദ്വാൻമാരോടൊപ്പം ശാസ്ത്രാർത്ഥനായിട്ട് പോയിരുന്നു. അഷ്ടാവക്രഃ മാതരം അപൃച്ഛത് മാതഃ ക്വ ആസ്തേ മേ പിതാ. അഷ്ടാവക്ര അമ്മയോട് ചോദിച്ചു, അമ്മേ എവിടെയാണ് എൻ്റെ അച്ഛൻ? മാത്ര അനുമതഃ അഷ്ടാവക്രഃ രാജസഭാം ഗതഃ. ശേഷം
കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശേഷം എന്താ സംഭവിച്ചേ? അമ്മ അനുമതി കൊടുത്തു, അതായത് പെർമിഷൻ കൊടുത്തു. അങ്ങനെ അഷ്ടാവക്ര രാജ്യസഭയിലേക്ക് പോയി. പണ്ഡിതാഹ തേ വക്രദേഹം ബാലം ദൃഷ്ട്വാ ഹസിതും പ്രാരംഭന്ത്. അവൻ കയറി, രാജ്യസഭയിൽ കയറിയ പാടെ എന്താ സംഭവിച്ചേ? പണ്ഡിതര് അവൻ്റെ വളഞ്ഞ ശരീരം കണ്ട്, ആ കുട്ടിയുടെ വളഞ്ഞ ശരീരം കണ്ട് ചിരിക്കാനായിട്ട് തുടങ്ങി. പിന്നെയോ അഷ്ടാവക്രഃ പണ്ഡിതാനാം ചേഷ്ടിതം ദൃഷ്ട്വാ ഉച്ചൈഹി അഹസത്. അഷ്ടാവക്ര പണ്ഡിതരുടെ ചേഷ്ട കണ്ട് ഉറക്കെ ചിരിച്ചു. ജനകഃ അപൃച്ഛത് വോ അഷ്ടാവക്ര കിമർത്ഥം ഹസസി. ജനകൻ ചോദിച്ചു, ഹേ അഷ്ടാവക്ര, എന്തിനാ ചിരിക്കണത്? ആട്ടെ, പിന്നെന്താ സംഭവിച്ചേ? അഷ്ടാവക്ര ഉവാച ഏതേ മേ ദേഹം ദൃഷ്ട്വാ ഹസന്തി അഹം ഏതേഷാം മൂർഖതാം ദൃഷ്ട്വാ ഹസാമി. അഷ്ടാവക്ര പറഞ്ഞു, ഇവരെൻ്റെ ദേഹം കണ്ട് ചിരിക്കുന്നു, ഞാനും ഇവരുടെ വിഡ്ഢിത്തം കണ്ടാണ് ചിരിക്കുന്നത്. പിന്നെയോ ഹേ രാജൻ കിം വക്രദേഹേ ആത്മാ അപി വക്ര ഭവതി. അഷ്ടാവക്ര രാജാവിനോട് ചോദിക്കുകയാണ്, ഹേ രാജാവേ, ദേഹം വളഞ്ഞതാണെങ്കിൽ ആത്മാവും വളഞ്ഞതാവുമോ? അഷ്ടാവക്രസ്യ ശാസ്ത്രപാണ്ഡിത്യേന സർവേ പ്രഭാവിതാഃ അഭവൻ. അഷ്ടാവക്രൻ്റെ ശാസ്ത്രപാണ്ഡിത്യത്താൽ എല്ലാവരും പ്രഭാവിതരായി. ജനകഃ പ്രഭാവിതഃ സൻ അഷ്ടാവക്രായ കിമപി ദാതും ഇച്ഛതി. ജനകം പ്രഭാവിതനായിട്ട് അഷ്ടാവക്രന് എന്തേലും കൊടുക്കാനായി ആഗ്രഹിക്കുന്നു. ജനകഃ സ്വമനഃ അഷ്ടാവക്രായ യച്ഛതി. ജനകൻ സ്വന്തം സ്വമനസ് അഷ്ടാവക്രന് കൊടുക്കുന്നു. പിന്നെയോ ജനകഃ പരാജിതഃ ഭൂത്വാ അഷ്ടാവക്രസ്യ പാദയോഃ പതതി. ജനകൻ പരാജയപ്പെട്ട് അഷ്ടാവക്രൻ്റെ കാലിലേക്ക് വീഴുന്നു. അടുത്ത ചോദ്യം നോക്കാം. സമുചിതം പര്യായപദം പാഠാത് അന്വിഷ്യ ലിഖത്. ഈ തന്നിരിക്കുന്ന വേർഡിന് ഉചിതമായ പര്യായപദം എന്താണോ അത് പാഠത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക. കുത്ര ക്വ എവിടെ, വിസ്മിതാഹ ഷോക്ഡ്, സ്തബ്ധാഹ വിലോക്യ കണ്ടിട്ട്, വീക്ഷ്യ സമീപാത് അടുത്ത്, സകാശാത് അധുനാ ഇദാനിം. അടുത്ത ചോദ്യം നോക്കാം. ഉചിത വിപരീത പദം ചിത്വാ ലിഖത്. ഉചിതമായ വിപരീത പദം എടുത്ത് എഴുതുക. അതായത് ഇവിടെ വേർഡ്സ് തന്നിട്ടുണ്ട്, ഇതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ്സും ഓർഡറിൽ അല്ലാണ്ട് എന്ന സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഏതാണോ കറക്റ്റ് വരിക അതെടുത്ത് തന്നിരിക്കുന്ന ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യുക. സുലഭഃ ദുർലഭഃ, ക്ഷിപ്രം ശനൈഃ, അർപ്പയ ഗൃഹാണ്, പ്രവിശ്യ നിർഗത്യ, ലൗകികം അലൗകികം. അടുത്ത ചോദ്യം നോക്കാം. അധോലിഖിതാനാം വാക്യാനാം പൂർത്തിഃ ഉചിതൈഃ വിശേഷണൈഃ കുരുത്. താഴെ തന്നിരിക്കുന്ന സെന്റൻസിൽ ഏതാണോ ഉചിതമായ വിശേഷണം വരിക അതെടുത്ത് എഴുതി ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യണം. ബോക്സിൽ കുറേ വിശേഷണ പദങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിനകത്തുനിന്ന് ഏതാണോ കറക്റ്റ് വരിക അതെടുത്താണ് ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, നോക്കാം. അപ്പം നമുക്ക് നേരെ അങ്ങ് ആൻസറിലേക്ക് പോകാം. അഷ്ടാവക്രഃ സർവശാസ്ത്ര പാരംഗതഃ ആസീത്. അഷ്ടാവക്ര സർവജ്ഞൻ ആയിരുന്നു. അഹോ ബാലസ്യ ഈദൃശി നിപുണത. ഓഹോ, ബാലൻ്റെ അതായത് കുട്ടിയുടെ ഇത്തരത്തിലുള്ള നൈപുണ്യം. ഏതദ് ധനം ഭവദീയം നാസ്തി. ഈ ധനം അങ്ങയുടെ അല്ല. യേ മിഥ്യജ്ഞാന ഗർവിതാഃ തേ സമ്മാനം ന ലഭന്തെ. ആരാണോ മിഥ്യമായ അറിവിൽ അഹങ്കരിക്കുക അവർക്ക് റെസ്പെക്റ്റ് കിട്ടുകയില്ല, ലഭിക്കുകയില്ല. രാജസഭ വിദ്വദ്ഭിഃ
അലങ്കൃത അസ്തി. രാജ്യസഭ വിദ്വാൻമാരാൽ അലങ്കൃതമാണ്. മിത്രസ്യ കടുവ്യവഹാരം ദൃഷ്ട്വാ അഹം സ്തബ്ധഃ അഭവം. കൂട്ടുകാരൻ്റെ കൈപ്പേറിയ സ്വഭാവം കണ്ട്, അതായത് മോശമായ സ്വഭാവം കണ്ട് ഞാൻ ഷോക്ഡായി. ആത്മാ നിരാകാരഃ ഉച്യത്തെ. ആത്മാവ് നിരാകാരമാണെന്നാണ് പറയാറ്. ഉദാരതാ ഗുണഃ ന സുലഭഃ. ഉദാരതാ ഗുണം സുലഭമല്ല. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്ററിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു.